നമ്മൾ കണ്ടു, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ പുറത്തുനിന്നുള്ള കറണ്ട് ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ നടത്താം. കാഥോഡിൽ റിഡക്ഷൻ, അതായത് ഇലക്ട്രോൺ സ്വീകരിക്കൽ, ആനോഡിൽ ഓക്സിഡേഷൻ, അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കൽ. ഇന്നത്തെ ചോദ്യം കുറച്ച് സൂക്ഷ്മമാണ്. ഒരു സൊല്യൂഷനിൽ പല സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോഡിൽ റിയാക്ട് ചെയ്യുക, ഏതാണ് പ്രൊഡക്റ്റായി വരിക എന്ന് നോക്കാം. പ്രൊഡക്റ്റ് എന്താകും എന്നത് കുറച്ച് കാര്യങ്ങളെ ആശ്രയിക്കും. 1. ഏത് പദാർത്ഥമാണ് ഇലക്ട്രോലൈസ് ചെയ്യുന്നത്. 2. ഏത് തരം ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. 3. സൊല്യൂഷനിൽ ഏതെല്ലാം സ്പീഷീസുകൾ ഉണ്ട്, അവയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകൾ എന്ത്. 4. റിയാക്ഷൻ എത്ര വേഗത്തിൽ നടക്കും. ഇലക്ട്രോഡ് 2 തരമുണ്ട്. ഇനർട്ട് ഇലക്ട്രോഡ്, പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ളവ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഇലക്ട്രോൺ കൊടുക്കാനും വാങ്ങാനും മാത്രമേ ഉപകരിക്കൂ. റിയാക്റ്റീവ് ഇലക്ട്രോഡ് ആകട്ടെ, അത് സ്വയം റിയാക്ഷനിൽ പങ്കെടുക്കും. An inert electrode, for example platinum or gold, does not take part in the reaction and acts only as a source or sink for electrons. But reactive electrode takes part in the electrode reaction. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. ഒരു ഇലക്ട്രോഡിൽ ഒന്നിലധികം സ്പീഷീസിന് റിയാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവ തമ്മിൽ ഒരു മത്സരം നടക്കും. ജയിക്കുന്നത് ഏതെന്ന് അവയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകൾ തീരുമാനിക്കും. ആദ്യം ഒരു എളുപ്പമുള്ള കേസ് നോക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുക്കിയ സോഡിയം ക്ലോറൈഡ്. ഇവിടെ വെള്ളമില്ല, 2 അയോണുകൾ മാത്രം, സോഡിയം പ്ലസും ക്ലോറിൻ മൈനസും. അതുകൊണ്ട് മത്സരമില്ല. കാഥോഡിൽ സോഡിയം പ്ലസ് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് സോഡിയം മെറ്റൽ ആകുന്നു. ആനോഡിൽ ക്ലോറിൻ മൈനസ് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ക്ലോറിൻ ഗ്യാസ് ആകുന്നു. അപ്പോൾ പ്രൊഡക്ട്സ് സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസും. ഇനി സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ അലിയിക്കാം. ഇപ്പോൾ കാര്യം മാറുന്നു. സോഡിയം പ്ലസും ക്ലോറിൻ മൈനസും കൂടാതെ വെള്ളം നൽകുന്ന ഹൈഡ്രജൻ പ്ലസും ഹൈഡ്രോക്സൈഡ് മൈനസും പിന്നെ വാട്ടർ തന്മാത്രകളുമുണ്ട്. ഇത്രയും സ്പീഷീസുകൾ ഉള്ളതുകൊണ്ട് ഓരോ ഇലക്ട്രോഡിലും ആരാണ് റിയാക്ട് ചെയ്യുക എന്നതിന് ഒരു മത്സരം വരുന്നു. കാഥോഡിൽ ഒരു മത്സരം, ആനോഡിൽ വേറൊരു മത്സരം. ഓരോന്നും വെവ്വേറെ നോക്കാം. കാഥോഡിൽ റിഡക്ഷൻ നടക്കും, അതായത് ഒരു സ്പീഷീസ് ഇലക്ട്രോൺ സ്വീകരിക്കും. ഇവിടെ 2 സാധ്യതകളുണ്ട്. സോഡിയം പ്ലസ് ഒരു ഇലക്ട്രോൺ വാങ്ങി സോഡിയം ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -2.71 ആണ്. ഹൈഡ്രജൻ പ്ലസ് ഒരു ഇലക്ട്രോൺ വാങ്ങി ഹൈഡ്രജൻ ഗ്യാസ് ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. റിഡക്ഷനിൽ ജയിക്കുന്നത് ഇലക്ട്രോൺ കൂടുതൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കുന്ന സ്പീഷീസ് ആണ്, അതായത് കൂടിയ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. 0 -2.71നേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ പ്ലസ് ജയിക്കും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. സോഡിയം പ്ലസ് റിയാക്ട് ചെയ്യാതെ സൊല്യൂഷനിൽ തന്നെ നിൽക്കും. ഈ ഹൈഡ്രജൻ പ്ലസ് വരുന്നത് വെള്ളം പിരിയുന്നതിൽ നിന്നാണ്. വാട്ടർ പിരിഞ്ഞ് ഹൈഡ്രജൻ പ്ലസും ഹൈഡ്രോക്സൈഡ് മൈനസും ഉണ്ടാകുന്നു. അതുകൊണ്ട് കാഥോഡിലെ മൊത്തം റിയാക്ഷൻ ഇങ്ങനെ എഴുതാം: വാട്ടറും ഒരു ഇലക്ട്രോണും ചേർന്ന് പകുതി ഹൈഡ്രജൻ ഗ്യാസും ഒരു ഹൈഡ്രോക്സൈഡ് മൈനസും. ഇനി ആനോഡ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കും, അതായത് ഒരു സ്പീഷീസ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. വീണ്ടും 2 സാധ്യതകൾ. ക്ലോറിൻ മൈനസ് ഇലക്ട്രോൺ വിട്ട് ക്ലോറിൻ ഗ്യാസ് ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.36 ആണ്. വാട്ടർ ഓക്സിഡൈസായി ഓക്സിജൻ ഗ്യാസ് ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.23 ആണ്. ഓക്സിഡേഷനിൽ കാര്യം നേരെ തിരിച്ചാണ്. ഇലക്ട്രോൺ കൂടുതൽ എളുപ്പത്തിൽ വിട്ടുകൊടുക്കുന്ന സ്പീഷീസ് ജയിക്കും, അതായത് കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. 1.23 1.36നേക്കാൾ കുറവാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് വിലകൾ പ്രകാരം വാട്ടർ ജയിച്ച് ഓക്സിജൻ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു വളവുണ്ട്. ചില റിയാക്ഷനുകൾ സ്റ്റാൻഡേർഡ് വിലകൾ പ്രകാരം നടക്കാമെങ്കിലും അവ വളരെ പതുക്കെയാണ് നടക്കുന്നത്. അവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കണക്കാക്കിയതിലും കൂടുതൽ വോൾട്ടേജ് വേണം. അധിക വോൾട്ടേജിന് ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. Bomb reactions are feasible but so slow that extra voltage, called overpotential, must be applied to make them occur. ഓക്സിജൻ ഉണ്ടാകുന്ന റിയാക്ഷൻ വലിയ ഓവർ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് വളരെ പതുക്കെയാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് വിലകൾ വാട്ടറിനെ അനുകൂലിച്ചാലും യഥാർത്ഥത്തിൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. ഇതാണ് പ്രധാന പാഠം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകൾ ഏത് റിയാക്ഷൻ സാധ്യമാണ് എന്ന് പറയും. പക്ഷേ റിയാക്ഷൻ എത്ര വേഗത്തിൽ നടക്കും എന്നതും പ്രൊഡക്റ്റ് തീരുമാനിക്കും. 2 ഇലക്ട്രോഡിലെയും ഫലം ഒന്നിച്ച് നോക്കാം. കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രോക്സൈഡ് മൈനസും, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ്. സോഡിയം പ്ലസും ഹൈഡ്രോക്സൈഡ് മൈനസും ചേർന്ന് സൊല്യൂഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ മൊത്തം പ്രൊഡക്ട്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്. ഒരു ചെറിയ കാര്യം കൂടി. നമ്മൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകൾ സ്റ്റാൻഡേർഡ് അവസ്ഥയിലേതാണ്.
യഥാർത്ഥ കൺസെൻട്രേഷനുകൾ കണക്കിലെടുക്കാൻ ഈ വിലകൾക്ക് പകരം ലേൺസ്റ്റ് ഇക്വേഷൻ തരുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ ഉപയോഗിക്കണം. ഒരു അവസാന ഉദാഹരണം നോക്കാം. സൾഫ്യൂറിക് ആസിഡിന്റെ ഇലക്ട്രോലിസിസ്. ആനോഡിൽ 2 സാധ്യതകൾ. വാട്ടർ ഓക്സിഡൈസ് ആയി ഓക്സിജൻ ഗ്യാസ് ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.23 ആണ്. സൾഫേറ്റ് 2- ഓക്സിഡൈസ് ആയി പെറോക്സിഡൈസൾഫേറ്റ് ആകുന്നു. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.96 ആണ്. ഇവിടെ കൺസെൻട്രേഷൻ ആണ് പ്രൊഡക്റ്റ് മാറ്റുന്നത്. ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡിൽ വാട്ടർ ഓക്സിഡൈസ് ആയി ഓക്സിജൻ കിട്ടും. പക്ഷേ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡിൽ സൾഫേറ്റ് 2- ഓക്സിഡൈസ് ആയി പെറോക്സിഡൈസൾഫേറ്റ് കിട്ടും. ഒന്ന് ഓർത്തുനോക്കാം. ഇലക്ട്രോലിസിസിന്റെ പ്രൊഡക്റ്റ് പദാർത്ഥം, ഇലക്ട്രോഡ്, സ്പീഷീസുകളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, പിന്നെ വേഗത എന്നിവയെ ആശ്രയിക്കും. കാഥോഡിൽ കൂടിയ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത് റിഡ്യൂസ് ആകും. ആനോഡിൽ കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത് ഓക്സിഡൈസ് ആകും. പക്ഷേ ഓവർ പൊട്ടൻഷ്യൽ ഇത് മാറ്റാം. അതുകൊണ്ടാണ് വെള്ളത്തിലെ സോഡിയം ക്ലോറൈഡിൽ ഓക്സിജന് പകരം ക്ലോറിൻ കിട്ടുന്നത്. കൺസെൻട്രേഷനും പ്രൊഡക്റ്റ് മാറ്റാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.